ഹലോ നമസ്കാരം എല്ലാവർക്കും. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കർക്കിടക കഞ്ഞി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ നവരരി എന്ന് പറയും. നവരരി ഇത് റിച്ച് ഇൻ കാൽഷ്യം, അയൺ, മെഗ്നീഷ്യം എന്ന് പറയും. സിങ്ക് കുട്ടികൾക്ക് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക്, ഡൈജഷനൊക്കെ നല്ലതാണ്. ഇതൊരു കപ്പ്. പിന്നെ അതുപോലെ തന്നെ ചെറുപയർ വേണമെങ്കിൽ കുതിർത്തിട്ട് സ്പ്രൗട്ടഡ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് സ്പ്രൗട്ട് ചെയ്തിട്ടില്ല, ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു അരക്കപ്പ് ചെറുപയർ നല്ലൊരു പ്രോട്ടീൻ ഹൈ റിച്ച് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ 2 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഒരു ടേബിൾ സ്പൂണ് ഉലുവയും ഒരു ടേബിൾ സ്പൂൺ ആശാളിയും. ഇതിൽ ഒരു യെല്ലോ കളറാണ് ഉലുവ, മറ്റേ ഒരു റെഡിഷ് കാണുന്നത് ആശാളി കേട്ടോ. ഉലുവ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. അതേപോലെ ആശാളി ഡൈജഷന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫൈബർ ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, അയറൺ പ്രോട്ടീനൊക്കെ ഉണ്ട്. അതുപോലെയാണ് ഇത് ഔഷധക്കൂട്ട്, നമ്മുടെ പൊടി. ഇതിൽ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ ചുക്ക്, അയമോദകം, അങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കുറേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജീരകം, ജാതിപത്രി, ദശമൂലം, നിലപ്പന, നിറനേണ്ടി, അങ്ങനത്തെ എല്ലാം മിക്സായിട്ട് കിട്ടുന്നതാണ്, റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം. അതുപോലെ പിന്നെ ഇനി നമുക്ക് തേങ്ങ, ഒരു മുറി തേങ്ങ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ചില കടകളിൽ നവരരിയും പിന്നെ പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉലുവയും ആശാളിയും ചെറുപയറും നമ്മൾ എടുക്കേണ്ടി വരും. സങ്ങളൊന്നും എടുക്കാം. പിന്നെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഉലുവയും ആശാളിയും ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഒരു 5 ഗ്ലാസ് വെള്ളം, 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വെക്കുകയാണേ. നമുക്ക് കുക്കർ ആയി കഴിഞ്ഞിട്ട് നോക്കാം. പൊടി ഇട്ടിട്ടില്ല, തേങ്ങാപ്പാലും ഇട്ടിട്ടില്ല. ഓക്കെ, വിസിലാകുന്നവരെ നമുക്ക് നോക്കാം. തേങ്ങാപ്പാൽ റെഡിയായി. നമ്മുടെ അരിയും ചെറുപയറൊക്കെ വേവുന്ന സമയത്ത് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ്, ഏകദേശം 1 കപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മസാല ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് സെമി ലിക്വിഡ് ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൊടി അങ്ങനെ ഇട്ടാൽ ശരിയായിട്ട് മിക്സ് ആവില്ല, അതുകൊണ്ട് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നല്ല നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും പിന്നെ നമ്മുടെ ഔഷധക്കൂട്ടില്ലേ, കഷായ ചൂർണം, അത് ഒന്ന് കലക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക്. ഇത് നല്ല തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുന്ന ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, ചെറിയ ചൂടായാൽ മതി. നമ്മുടെ ചൂടായിട്ടുള്ള കർക്കിടക കഞ്ഞി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ട്, എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുക. ഇല്ലെങ്കിൽ വെറും ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ എന്തായാലും എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, താങ്ക് യു.